സഖാക്കളെ, സുഹൃത്തുക്കളെ, ജൂൺ 1-ാം തീയതിയോടുകൂടി 7 ഘട്ടങ്ങളായി നടന്നിരുന്ന നമ്മുടെ ദേശീയ പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ്. ദീർഘകാലമായി നടന്ന പ്രചരണങ്ങളുടെ കൊട്ടിക്കലാശം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അവസാനിച്ചു കഴിഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ തികച്ചും അനാരോഗ്യകരവും ജനാധിപത്യ വിരുദ്ധവും ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പാരമ്പര്യങ്ങൾക്കും നടപടിക്രമങ്ങൾക്ക് യോജിക്കാത്തതുമായ ധാരാളം നടപടികൾ നടന്നു എന്നുള്ളത് അത്യന്തം ഖേദകരമായ ഒരു വസ്തുതയായി ചൂണ്ടിക്കാട്ടാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ മതേതരത്വവും സംരക്ഷിക്കുന്നതിന് കൃത്യമായ പെരുമാറ്റച്ചട്ടങ്ങളോടുകൂടി രൂപം കൊടുത്തിട്ടുള്ള തിരഞ്ഞെടുപ്പ് നിയമവും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളും നിലവിലുണ്ടെങ്കിലും അത് കൃത്യമായി പാലിക്കപ്പെടുന്നതിൽ ഭരണാധികാരത്തിലിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വരുത്തിയ വീഴ്ചകൾ വളരെ ഗുരുതരമായ ഒന്നാണ് എന്ന് പറഞ്ഞേ മതിയാവും. വിഭാഗീയവും ആയ ചിന്തകൾ ആളുകളിൽ വളർത്തിവിടുവാൻ, ചില പ്രത്യേക സമുദായങ്ങളെ ഒറ്റപ്പെടുത്തി അവർക്കെതിരെ ജനവികാരത്തെ തിരിക്കുവാൻ, അതിലൂടെ വോട്ട് നേടുവാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ വലിയ തോതിൽ നടന്നു എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ തന്നെ തീരാ കളങ്കമായി മാറിയിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലായി ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഇതിനു മുമ്പ് ഒരിക്കലും ഒരു പ്രധാനമന്ത്രിമാരിൽ നിന്നോ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നോ ഉണ്ടായിട്ടില്ലാത്തതും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതുമായ പ്രസ്താവനകളാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. ഇന്ത്യയെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലതായി വേർതിരിച്ച് കണ്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളിൽ വിഭാഗീയ ചിന്ത വളർത്തിയെടുത്ത് അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള കുലിശിതമായ കുതന്ത്രമാണ് പ്രധാനമന്ത്രിയിൽ നിന്നും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരുന്നത്. നമ്മുടെ ദേശീയ മാധ്യമങ്ങളും ഒരു വലിയ പരിധിവരെ ഈ കുതന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളതും പറയാതെ വയ്യ. ഈ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള നിഷ്പക്ഷമായി, നീതിയുക്തമായി, സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പിനെ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഏതായാലും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താകുന്നുള്ളതിനെ പറ്റി പ്രവചിക്കുവാനൊന്നും തയ്യാറാകുന്നില്ലെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കളങ്കം കൂട്ടിച്ചേർത്ത ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് ഉള്ള വസ്തുത ഒരു കറുത്ത പാടായി തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിലനിൽക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതിൻ്റെ നേതൃത്വം നൽകിയത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷി തന്നെയായിരുന്നു, അതിൻ്റെ പരമോന്നത നേതാവ് തന്നെയായിരുന്നു എന്നുള്ള കാര്യവും നാം കാണാതിരുന്നുകൂടാ. മഹാത്മാഗാന്ധിജിയെ വരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് തൻ്റെ നിലപാട് എത്രമാത്രം മതപരമാണ്, എത്രമാത്രം വർഗീയമാണ്, എത്രമാത്രം മതേതരത്വത്തിന് ചേരാത്തതാണ് എന്ന് തെളിയിച്ചു കൊടുക്കുന്ന പ്രസ്താവനകളാണ് പ്രധാനമന്ത്രിയിൽ നിന്നും ഏറ്റവും ഒടുവിലായി ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ നിശബ്ദ പ്രചരണത്തിൻ്റെ സമയത്ത് സ്വന്തം പിന്തുണയുള്ള ചാനലുകളെ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിനു വേണ്ടി വിവേകാനന്ദ പാറയിൽ ധ്യാനം നടത്തുന്നു എന്നുള്ള ഗമിക്ക് വരെ ഇറക്കിക്കൊണ്ടുള്ള ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ, നിരാക്ഷേപവും നിഷ്പക്ഷവും സ്വതന്ത്രവുമായ തിരഞ്ഞെടുപ്പിന് കളങ്കം ചാർത്തുന്ന നടപടികൾ ഉണ്ടായി എന്നുള്ളതും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ബാക്കി പത്രമായി അവശേഷിക്കും. ഏതായാലും ഈ തിരഞ്ഞെടുപ്പിന് ശേഷം 4-ാം തീയതി ഫലപ്രഖ്യാപനം വരുമ്പോൾ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഭരണഘടനയും സുരക്ഷിതമായി തുടർകാലങ്ങളിൽ സംരക്ഷിക്കപ്പെടാൻ കഴിയുന്ന ഒരു ഫലം ഉണ്ടാകാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളോടൊപ്പം ആഗ്രഹിക്കല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ നിർവാഹമില്ലല്ലോ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.